ഹലോ കൂട്ടുകാരെ, ഡ്രീം നേച്ചർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പഴനി യാത്രയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പുലർച്ചെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. അതുകൊണ്ട് റോഡൊക്കെ നല്ല ഇരുട്ടിലാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളതും പോകാൻ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ളൊരു ക്ഷേത്രമാണ് പഴനി ടെമ്പിള്. കുറച്ചൊക്കെ വീഡിയോസ് എടുക്കാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ചൊക്കെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നല്ല മഴയായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു യാത്രയൊക്കെ ചെയ്യാനായിട്ട്. അത് കാരണം പല സ്ഥലത്തെയും വീഡിയോ എടുക്കാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ചില ഭാഗങ്ങളിലൊക്കെ നല്ല മഴ പെയ്തിരുന്നു, ചില ഭാഗത്തുമ്പോൾ മഴ ഇല്ലാതെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ദൂരം പിന്നിട്ട് കഴിഞ്ഞു. സ്ഥലം എവിടെയെന്നൊന്നും അറിയില്ല. അത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഞങ്ങൾ ഏകദേശം പൊള്ളാച്ചിയൊക്കെ കഴിഞ്ഞ് പഴനി എത്താനായിട്ടുണ്ട്. ഈ റോഡിൻ്റെ രണ്ട് സൈഡ് നല്ല ഭംഗിയിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മുൻപ് ഒരു തവണ അവിടെ വന്നപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. മഴ കാരണം വീഡിയോസൊന്നും ക്ലിയർ ഇല്ല. മഴയാണെങ്കിൽ കൂടി നല്ലൊരു മനസ്സിനൊരു സന്തോഷമുള്ളൊരു യാത്രയായിരുന്നു അത്. നല്ല മഴ പെയ്യുന്നുണ്ട്. അത് കാരണം വീഡിയോ എടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മഴയില്ലാതെ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. പാലക്കാട് കഴിഞ്ഞ് തമിഴ്നാട്ടിൽ കിടന്നപ്പോൾ നല്ല റോഡായിരുന്നു. അത് കാരണം യാത്രയ്ക്ക് നല്ല സുഖമായിരുന്നു. ഈ റോഡിൻ്റെ രണ്ട് സൈഡിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ഗവൺമെൻറ് എത്ര നല്ലതാണെന്ന് തോന്നിപ്പോയി. അങ്ങനെ കുറച്ച് സമയം ഉറങ്ങി. ഉണർന്നപ്പോൾ 6 മണിക്ക് ഞങ്ങളിതേ പാലമുണ്ടല്ലോ, അവിടെ പഴനീൻ്റെ തൊട്ടടുത്ത് ഒരു പാലമുണ്ട്. അവിടേക്ക് ചെല്ലണ വഴിയിൽ തന്നെ എൻട്രൻസ്. അപ്പോൾ ഞങ്ങൾ അതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ വീണ്ടും വീഡിയോ എടുത്ത് തുടങ്ങി. അങ്ങനെ മുരുകക്ഷേത്രത്തിലെത്താറായി. ഞങ്ങളിങ്ങനെ ആകാംക്ഷയോടുകൂടി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്താ അറിയില്ല, എത്ര കണ്ടാലും മതി വരാത്തൊരു സ്ഥലമാണിത്. അതേപോലെ തന്നെ ഊട്ടി. ലോകത്ത് ഒരുപാട് മനോഹരമായ സ്ഥലങ്ങളുണ്ടെങ്കിലും ഇത്രയും ഒരു ഇഷ്ടം തോന്നിയ 2 സ്ഥലങ്ങൾ വേറെ എനിക്കില്ല. അതുകൊണ്ടായിരിക്കാം. വണ്ടി പാർക്ക് ചെയ്ത് മെല്ലെ നടന്നു. അപ്പോൾ കുതിരവണ്ടി ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ വഴിയൊക്കെ ചോദിച്ചറിഞ്ഞിങ്ങനെ നടന്നപ്പോഴത്തേന് കച്ചവടക്കാരുടെ കണ്ടപ്പോഴത്തേനെ വീഡിയോ എടുക്കാൻ തുടങ്ങി മോള്. നല്ല മനോഹരമായി അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല വൃത്തിയോട് കൂടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ കണ്ടപ്പോഴത്തേന് ഇതൊക്കെ ഫോണിൽ പകർത്താൻ വേണ്ടിയിട്ടുള്ള ആദ്യമൊക്കെ ഒരു ചമ്മലായിരുന്നു സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ. കാരണം ഞങ്ങൾ പുതിയ ചാനലിൻ്റെ ആൾക്കാരാണ്. അതുകൊണ്ടായിരിക്കാം മോൾക്ക് എടുക്കുമ്പോൾ അവരെന്തെങ്കിലും പറയുമോ എന്നൊക്കെ ഉള്ളത്. പിന്നെ ആ ഒരു ചമ്മലൊക്കെ മാറിയിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ സ്ലോ ആയിട്ട് കുറച്ചൊക്കെ വീഡിയോ ഇങ്ങനെ കിട്ടി. സാധാരണ ഇങ്ങനെയൊന്നും ചിലവരങ്ങനെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. പക്ഷെ ഞങ്ങളങ്ങനെ എടുത്തപ്പോൾ അവരൊന്നും പറയുകയൊന്നും ചെയ്തില്ല. ആ ക്ഷേത്രനടയിൽ നിറയെ 2 സൈഡ് ഇതുപോലെ കച്ചവടക്കാർ എന്നും ഉണ്ടാവും. എന്തൊക്കെയോ വാങ്ങണം എന്നുണ്ടാവും. പക്ഷേ നമുക്ക് ഏതാണ് വാങ്ങേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനായി പോകും. അത്രയും ഭംഗിയുള്ള സാധനങ്ങളാണ് അവർ ഒരുക്കി വെച്ചേക്കുന്നത്. നല്ല ഭംഗിയുള്ള പൂമാലകൾ മാത്രം കെട്ടിയിട്ടൊരു കട ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോഴത്തേന് ഞങ്ങൾ അവിടെ തന്നെ നിന്നിട്ട് കുറേ വീഡിയോ എടുത്തു. ഞങ്ങളുടെ കയ്യിൽ സെൽഫി സ്റ്റിക്കൊന്നും ഉണ്ടായിരുന്നില്ല. മൊബൈൽ ഫോൺ കൊണ്ടാണ് ഇതൊക്കെ എടുത്തേക്കണത്. അത് കാരണം ഫോണിങ്ങനെ ജെർക്കായിട്ട് ഇങ്ങനെ ചാടി കളിക്കുന്ന പോലെ വീഡിയോ ഉണ്ടായിരുന്നത്. ഇത് കുറേ കീ ചെയിനുകളാണ്, ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതന്നെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു കടയിൽ കയറിയിട്ട്. ഇത് ക്ഷേത്രത്തിൽ കയറുന്നതിന് മുൻപേ ഞങ്ങളിത് വീഡിയോ ഒക്കെ എടുത്തു. കാരണം അത്രയും തിരക്കാവും തിരിച്ചു വരുമ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ വീഡിയോ എടുത്തു. ഏതൊക്കെ ഒരുപാട് ദൈവങ്ങളുടെയൊക്കെ പ്രതിമകൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ മേടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് തിരിച്ചിറങ്ങുമ്പോഴത്തേനും ഞങ്ങൾക്ക് സമയം ഉണ്ടായില്ല. അപ്പോഴത്തേനും ഒരുപാട് സമയം വൈകിയിരുന്നു. കുബേരസ്വാമിയുടെയൊക്കെ പ്രതിമകളുണ്ട്, ശിവലിംഗം, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്.
ഇതൊക്കെ വാച്ചുകളാണ്. ഇതൊക്കെ ഒരുപാട് വിലക്കുറവിലാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ ബൈ ബൈ.